വളാഞ്ചേരി നഗരസഭയിൽ 5 വർഷം കൊണ്ട് സമാനതകളില്ലാത്ത വികസനം നടത്താനായി എന്ന ചാരിതാർത്ഥ്യത്തോടെയാണ് പടിയിറങ്ങുന്നതെന്ന് വളാഞ്ചേരി നഗരസഭയുടെ നിലവിലെ ചെയർമാനായിരുന്ന അഷ്റഫ് അമ്പലത്തിങ്ങൽ പറഞ്ഞു. ജനപ്രതിനിധി എന്ന നിലയിൽ ഉത്തരവാദിത്വം നീതിയോടെ നിർവഹിച്ചു എന്ന സംതൃപ്തിയും അഭിമാനവുമുണ്ട്. നഗരസഭയുടെ അടിസ്ഥാന സൗകര്യ മേഖലകളിലെല്ലാം വലിയ വികസനം നടത്താൻ സാധിച്ചെന്നാണ് വിശ്വാസമെന്നും അദ്ദേഹം പറഞ്ഞു. നഗരസഭ നേരിട്ട മാലിന്യ സംസ്കരണമെന്ന ഏറ്റവും വലിയ വെല്ലുവിളിക്ക് 5 വർഷം കൊണ്ട് പരിഹാരം കാണാൻ സാധിച്ചതായും അദ്ദേഹം പറഞ്ഞു. അതാണ് തീർച്ചയായിട്ടും UDFന്റെ പ്രകടന പത്രികയിൽ ഈ വർഷത്തെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ പ്രകടന പത്രിക പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് ഒരു ഭരണസമിതിയുടെ കടമ എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ വർഷം ഇതേപോലെ നമുക്ക് തന്ന പ്രകടന പത്രികയിലെ 95% നമ്മൾ പ്രവൃത്തി പൂർത്തിയാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ ഭരണസമിതി പടിയിറങ്ങുന്നത്. അപ്പോൾ പുതിയ ഭരണസമിതി മുമ്പിൽ അങ്ങനെയുള്ള കാരണം ടെക്നോളജി മാറി, ടൗണൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു, ഇനിയും ഒരുപാട് മാറാനുണ്ട്. ഏറ്റവും അവസാനമായിട്ട് നമുക്കറിയാം, ഭരണസമിതിയുടെ തുടക്കത്തിൽ നമുക്കറിയാം തൃശ്ശൂർ കോഴിക്കോട് ബസ് എവിടെയാണോ നിർത്തുന്നത് അവിടേക്ക് ഓടുകയായിരുന്നു. പിന്നെ ഒരു വന്നു ഏറ്റവും അവസാനമായിട്ട് ഇലക്ട്രോണിക്സ് ഡിജിറ്റലൈസേഷനോട് കൂടിയിട്ടുള്ള ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം നമുക്ക് ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞു. അപ്പൊ അതൊക്കെ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റത്തിന് അനുയോജ്യമായിട്ടുള്ള മാറ്റങ്ങളാണ് നമ്മൾ പ്രാവർത്തികമാക്കിയത്. സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി. സർക്കാർ ആശുപത്രികളിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചും പുതിയ യുനാനി സെന്റർ ആരംഭിച്ചതോടെ ആരോഗ്യമേഖലയിലെ എല്ലാവിധ സേവനങ്ങളും നഗരസഭയിൽ ലഭ്യമാക്കാനും സാധിച്ചു. ലൈഫ് വഴി വീടില്ലാത്തവർക്ക് വീട് നൽകുന്നതിൽ നഗരസഭ മുൻപന്തിയിലായിരുന്നെന്നും അദ്ദേഹം പറയുന്നു. പ്രകടന പത്രികയിലുള്ള എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കിയിട്ടുണ്ട്. നടപ്പിലാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ തുടക്കം കുറിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഏത് ഭരണസമിതി വന്നിട്ടുണ്ടെങ്കിലും അതിവേഗം അത് നടപ്പിലാക്കാൻ കഴിയും. കാരണം ക്രിമിറ്റോറിയം നമുക്കറിയാം, അത് നമ്മുടെ നമുക്കറിയാം മുസ്ലിം സഹോദരങ്ങൾക്ക് പള്ളികളുണ്ട്, ഖബർസ്ഥാനുണ്ട്. അപ്പൊ അവർക്കില്ലാത്തൊരു കാരണം അവര് നമുക്കറിയാം ഏറ്റവും പ്രയാസപ്പെട്ടുകൊണ്ടാണ് അവര് അയ്യർ മഠം, പൊന്നാനിയൊക്കെ പോയിട്ടായിരുന്നു ഇത് ചെയ്തിരുന്നത്. അപ്പോൾ അതിന് ഒരു പരിഹാരം വേണമെന്ന് നേരത്തെ തീരുമാനിച്ചതായിരുന്നു. അത് അവസാന ഘട്ടത്തിൽ അതിന്റെ തുടക്കം കുറിക്കാൻ കഴിഞ്ഞു എന്നുള്ളത്, അതിന്റെ പ്രവൃത്തി തുടങ്ങി വെക്കാൻ കഴിഞ്ഞു എന്നുള്ളതിന്റെ ഒരു കാര്യമുണ്ട്. അതുപോലെ നമുക്കറിയാം കുളമ്പത്തെ പരിസരവാസികൾക്കൊക്കെ ഏറെ പ്രയാസമാണ് അവിടെ ഉള്ളത്. അപ്പൊ അതിന് ഏറ്റവും നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യയോട് കൂടിയിട്ടുള്ള ഒരു അറിവുശാലയുടെ പ്രവർത്തനങ്ങൾ, അവിടുത്തെ ഒരു പരിസരത്തോ ഒന്നും ഈ വേസ്റ്റ് കൊണ്ട് പ്രയാസം ഉണ്ടാക്കാത്ത രീതിയിലുള്ള ഏറ്റവും നൂതനമായിട്ടുള്ള DPR തയ്യാറാക്കുന്നതിന് മാത്രമായിട്ട് തന്നെ 2 വർഷം പിടിച്ചിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് പറഞ്ഞാല് അത് അത്തരം രീതിയിൽ വരണം എന്നുള്ള ഒരു കാര്യം കൊണ്ടാണ് അത് ചെയ്തത്. അപ്പൊ അതിന്റെ പ്രവൃത്തി നമുക്ക് തുടങ്ങാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ടും ഫണ്ട് ലഭ്യമാകാത്തതുകൊണ്ടും പല പദ്ധതികളും വിഭാവനം ചെയ്ത വേഗതയിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെന്നത് അഷ്റഫ് അമ്പലത്തിങ്ങൽ സ്വയം വിമർശനമായി ഏറ്റെടുത്തു. രാഷ്ട്രീയ ഭേദമന്യേ വികസനവുമായി സഹകരിച്ച എല്ലാ കൗൺസിലർമാർക്കും ഉദ്യോഗസ്ഥർക്കും നഗരവാസികൾക്കും അഷ്റഫ് അമ്പലത്തിങ്ങൽ നന്ദി അറിയിച്ചു. ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി. നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ്, നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ്, വളാഞ്ചേരി, മലപ്പുറം. ഫോൺ നമ്പർ 04942084 010 7034 071111.